I want to create a class of Indians who are Indian in blood and color, English in taste, in opinions, in morals and intellect. Welcome back to English Ladder. I am George Dagan. First of all, എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഒരു ക്രൊണോളജിക്കൽ ഓർഡറാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇന്ത്യ, അതായത് ബ്രിട്ടീഷ് വന്നപ്പോൾ മുതൽ ഇൻഡിപെൻഡൻസ് കിട്ടുന്നത് വരെയുള്ള കാര്യങ്ങൾ ക്രൊണോളജിക്കൽ ഓർഡറിൽ നമ്മൾ നോക്കി പോകുന്നു. കൂടാതെ തന്നെ ഇതിനെ ബേസ് ചെയ്തുള്ള കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളും. അപ്പോൾ എന്താ, നിങ്ങൾ റെഡിയല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ആയിരത്തി 1600 ഇംഗ്ലണ്ടിലെ കുറച്ച് റിച്ച് ആയിട്ടുള്ള ബിസിനസ്സുകാർ ചേർന്നുകൊണ്ട് ഒരു പുതിയ സംരംഭം തുടങ്ങാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവരൊരു കമ്പനി തുടങ്ങുകയാണ്. ആ കമ്പനിയുടെ പേരായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈ കമ്പനി എക്സാക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തത് 31 ഡിസംബർ 1600 ഈ കമ്പനിക്ക് വേറൊരു പേരും കൂടി ഉണ്ട് കേട്ടോ, ജോൺ കമ്പനി എന്നാണ് ഇതറിയപ്പെടുന്നത്. ഓക്കെ, ദേ ഹവ് റിസീവ്ഡ് എ റോയൽ ചാർട്ടർ ഫ്രം ദ മൊണാർക്ക് എലിസബത്ത് ഫസ്റ്റ്. അവർക്ക് ഈ റോയൽ ചാർട്ടർ കിട്ടിയത് എന്തിനാണെന്ന് അറിയാമോ? ഈസ്റ്റ് ഇന്ത്യയിൽ പോയിട്ട് ബിസിനസ് നടത്താനായിട്ടുള്ളതാണ് ഈ റോയൽ ചാർട്ടറിൽ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, ഈ ചാർട്ടർ എന്താണെന്നുള്ളത് അല്ലേ? ചാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ചാർട്ടർ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രമാണം, രേഖ അല്ലെങ്കിൽ അവകാശപത്രം എന്നുള്ളതാണ്. അതായത് ക്യൂൻ എലിസബത്ത് ഇവർക്ക് ഒരു പ്രമാണം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അവകാശപത്രം കൊടുക്കുകയാണ് അവർക്ക് ഈസ്റ്റ് ഇന്ത്യയിൽ പോയിട്ട് ബിസിനസ് നടത്താമെന്നുള്ളത്. അതുപോലെ തന്നെ ആ സെൻറ്റൻസിൽ ഞാൻ വേറൊരു വാക്കും കൂടി ഉപയോഗിച്ചായിരുന്നു. എന്തായിരുന്നു? മൊണാർക്ക്. മൊണാർക്ക് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? മൊണാർക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം രാജാവ് അല്ലെങ്കിൽ രാജ്ഞി അല്ലെങ്കിൽ സർവാധിപതി എന്നുള്ളതാണ്. ആർക്കാണോ അധികാരമുള്ളത് അവരെ പറയുന്നതാണ് സർവാധിപതി അഥവാ മൊണാർക്ക് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. 1600 സ്റ്റാർട്ട് ചെയ്ത ഈ കമ്പനി പെട്ടെന്ന് അങ്ങോട്ട് ഫ്ലറിഷായി. ഒരുപാട് ട്രേഡും ഒരുപാട് കാര്യങ്ങളും നമ്മളുടെ ഇന്ത്യയിൽ തന്നെ നടത്തി. ഓൾറെഡി അവർ റിച്ച് ആയിരുന്നു, പക്ഷേ അവർ വീണ്ടും ഒരു 100 ടൈംസോളം റിച്ചായി, ഒരുപാട് ബിസിനസ് ഇങ്ങനെ നടത്തിക്കൊണ്ട്. പിന്നീട് അവർ ഗ്രാജുവലി അവർക്ക് ഒരു മൊണോപ്പോളി കിട്ടാനായിട്ട്, ഒരു പവർ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഗ്രാജുവലി നമ്മളുടെ ഇന്ത്യയിൽ ഓരോ സ്ഥലങ്ങളിലേക്ക് അവർ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിലേക്കൊക്കെ ഇൻവോൾവ് ആകാൻ തുടങ്ങി. അങ്ങനെ അതിൻ്റെ ഒരു മേജർ ചേഞ്ചായിട്ട് നമുക്ക് ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ് 1757 എന്ന് പറയുന്ന ഒരു ഇയർ. ആ 1757 ഒരു പ്രത്യേകത എന്താണ്? ഈ സമയത്താണ് ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്നത്. ബാറ്റിൽ ഓഫ് പ്ലാസി. ഈ ബാറ്റിൽ ഓഫ് പ്ലാസി ആരൊക്കെ തമ്മിലായിരുന്നെന്ന് അറിയാമോ? ഇറ്റ് വാസ് ബിറ്റ്വീൻ ദ ട്രൂപ്പ് ഓഫ് ബ്രിട്ടീഷ് വിച്ച് വാസ് ലെഡ് ബൈ റോബർട്ട് ക്ലൈവ് ആൻഡ് സിറാജുദ്ദൗള വിത്ത് ഹിസ് ഫ്രഞ്ച് അലൈസ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ സെൻറ്റൻസിൽ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ഫ്രഞ്ച് അലൈസ്. അലൈസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? സഖ്യകക്ഷി എന്നാണ് അതിൻ്റെ അർത്ഥം. സഖ്യകക്ഷി, അതായത് സിറാജുദ്ദൗളനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫ്രഞ്ചുകാരും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു ബാറ്റിലായിരുന്നു ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ സംഭവിച്ചത്. 1757 ബാറ്റിൽ ഓഫ് പ്ലാസിയുടെ ഹീറോ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. ഈ ഒരു ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ ജയിച്ചത് ബ്രിട്ടീഷുകാരാണ്. റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷുകാരാണ് ഇതിൽ ജയിച്ചത്. എന്നിട്ട് അവർക്ക് കിട്ടിയത് ബീഹാറിൻ്റെയും ബംഗാളിൻ്റെയും ഒരു അധികാരമാണ് അവിടെ കിട്ടുന്നത്, ഈ ബാറ്റിൽ ഓഫ് പ്ലാസി വഴി കിട്ടുന്നത്. പിന്നീട് പക്ഷേ ഈ ഒരു വിജയം വന്നെങ്കിലും ഇതിനേക്കാളും കൂടുതലായിട്ട് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും. 1764 ബാറ്റിൽ ഓഫ് ബക്സർ നടക്കുന്നുണ്ട്. 1764 ബാറ്റിൽ ഓഫ് ബക്സർ. ഇതാണ് കുറച്ചുകൂടി ഡിസിസീവ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് എന്ന് നമുക്കറിയപ്പെടുന്നത്. കാരണം ബ്രിട്ടീഷിന് ജസ്റ്റ് ഒരു കൺട്രോൾ മാത്രമല്ല, എല്ലാ രീതിയിലുള്ള പവറും കിട്ടുന്നത് ഈ ബാറ്റിൽ ഓഫ് ബക്സറിൽ വഴിയാണ്. 1764 ബാറ്റിൽ ഓഫ് ബക്സർ ആരൊക്കെ തമ്മിലായിരുന്നു അറിയാമോ? ബ്രിട്ടീഷേഴ്സും 3 ഇന്ത്യൻ റൂളേഴ്സ് അടങ്ങുന്ന ഒരു സഖ്യത്തിനോടായിരുന്നു. ഈ 3 ഇന്ത്യൻ റൂളേഴ്സ് ആരൊക്കെയായിരുന്നെന്ന് അറിയാമോ? മിർ ഖാസിം, ഷുജാഉദ്ദൗള, പിന്നെ ഷാ ആലം സെക്കൻഡ്. ഷാ ആലം സെക്കൻഡ് ആ സമയത്തുള്ള മുഗൾ റൂളറായിരുന്നു. ഷുജാഉദ്ദൗള ഔദിൻ്റെ റൂളറായിരുന്നു. മിർ ഖാസിം ബംഗാളിൻ്റെ റൂളറായിരുന്നു. അപ്പോൾ ഈ ഒരു ബാറ്റിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സുപ്രീമസി ഇന്ത്യയിൽ കൊടുക്കുന്നത്. ഓക്കെ, അത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതൊരു ഡിസിസീവായിരുന്നു. അതുപോലെ തന്നെ ഇതാണ് അവർക്കൊരു സുപ്രീമസി കൊടുക്കുന്നതെന്നും പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ ഡിസിസീവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? നിർണായകമായ എന്നുള്ളതാണ് ഡിസിസീവ് എന്ന വാക്കിൻ്റെ അർത്ഥം. സുപ്രീമസി എന്ന് പറഞ്ഞാൽ എന്താണ്? ആധിപത്യം.
ഓക്കെ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി അങ്ങനെ വളർന്ന് പന്തലിച്ച് ഒരുപാട് ലാഭം ഇന്ത്യയിൽ നിന്ന് കൊയ്തുകൊണ്ടിരിക്കണേന്ന്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴേക്കും ബ്രിട്ടീഷ് ഗവൺമെൻറ് വിചാരിച്ച് ഇവർ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇവർ ഏതെങ്കിലും രീതിയിലൊന്ന് മോണിറ്റർ ചെയ്യണം. അങ്ങനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് ഒരുപാട് റെഗുലേറ്റിംഗ് ആക്റ്റുകൾ ഇവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മേലെ ഒരുപാട് റെഗുലേറ്റിംഗ് ആക്റ്റുകൾ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ചാർട്ടർ ആക്റ്റുകളും കൊണ്ടുവരുന്നുണ്ട്. ഈ ചാർട്ടർ ആക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ലോങ് ആയിട്ട് ഇവർക്ക് ഇവിടെ ഇന്ത്യയിൽ വന്ന് ബിസിനസ് ചെയ്യുക എന്നുള്ള അധികാരമല്ല, മറിച്ച് അത് 20 ഇയേഴ്സിന് മാത്രമാണ്. എല്ലാ 20 ഇയേഴ്സ് ആകുമ്പോഴേക്കും ഇത് പുതുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെയാണ് ചാർട്ടർ ആക്ട് എന്ന് പറയുന്നത്. റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനീനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഒരു ആക്റ്റാണ്. ഈ റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 1772 കാണാൻ പറ്റും ഒരു ഗവർണർ ജനറലിനെ കൊണ്ടുവരുന്നുണ്ട്. ബംഗാളിൻ്റെ ഗവർണർ ജനറലായിട്ടാണ് വാറൻ ഹേസ്റ്റിങ്സിനെ ആദ്യം കൊണ്ടുവരുന്നത്. പിന്നീട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചാർട്ടർ ആക്റ്റുകൾ പലതും പല ഇമ്പോർട്ടൻസ് കൊണ്ടുവരുന്നുണ്ടെങ്കിലും 1833 ഒരു ചാർട്ടർ ആക്ട് ഉണ്ട്. അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം 1835 ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ് നടക്കുന്നുണ്ട്. അതാണ് മെക്കാളെ മിനിറ്റ്സ് എന്നറിയപ്പെടുന്നത്. മെക്കാളെ മിനിറ്റ്സ് എന്നറിയപ്പെടുന്നത്. ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ഓർക്കുന്നുണ്ടോ, ഒരു ഡയലോഗ് പറഞ്ഞുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ ഡയലോഗ് എന്തായിരുന്നു? ഐ വോണ്ട് ടു ക്രിയേറ്റ് എ ക്ലാസ് ഓഫ് ഇന്ത്യൻസ് who are Indian in blood and color but English in taste, opinions, morals and intellect. അതായത് ഇംഗ്ലീഷ് അഭിരുചിയും ഇംഗ്ലീഷ് ചിന്തകളുമുള്ള ഒരു ഇന്ത്യൻ തലമുറയെ വാർത്തെടുക്കണമെന്നാണ് മെക്കാളെ പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 1833 ചാർട്ടർ ആക്ട് പ്രകാരം ഒരു 1 lakh rupees ഇന്ത്യൻ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ഓറിയൻ്റലിസ്റ്റും ആംഗ്ലിസിസ്റ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം നടക്കുന്നത്. അതായത് ഓറിയൻ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രാദേശിക ഭാഷകൾക്കും സാൻസ്ക്രിറ്റ്, അറബിക്, പേർഷ്യൻ തുടങ്ങിയുള്ള ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷനായിട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് കുറച്ച് വാദിക്കുന്നവരും, അതുപോലെ തന്നെ ആംഗ്ലിസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എപ്പോഴും ഇംഗ്ലീഷ് മാത്രം മതിയെന്ന് വാദിക്കുന്നവരായിരുന്നു. ഇവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് നടന്ന സമയം ഇതായിരുന്നു. അവസാനം മെക്കാളെ സപ്പോർട്ട് ചെയ്തത് ആംഗ്ലിസിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ടീമിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ഇംഗ്ലീഷ് ഇവിടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനായി മാറുന്നത്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മെക്കാളെ മിനിറ്റ്സിന് ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ് 1854 വുഡ്സ് ഡെസ്പാച്ച് എന്നറിയപ്പെടുന്ന സംഭവം. വുഡ്സ് ഡെസ്പാച്ച് 1854. ഈ വുഡ്സ് ഡെസ്പാച്ച് പ്രകാരം നമ്മളുടെ പ്രൈമറി എഡ്യൂക്കേഷൻ, ഇന്ത്യയിലുള്ള പ്രൈമറി എഡ്യൂക്കേഷൻ വെർനാക്കുലർ ലാംഗ്വേജിലും ഹയർ സ്റ്റഡീസ് എല്ലാം ഇംഗ്ലീഷിലായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ വുഡ്സ് ഡെസ്പാച്ചിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മളുടെ ഇന്ത്യയിൽ 3 യൂണിവേഴ്സിറ്റീസും സ്ഥാപിക്കപ്പെടുന്നുണ്ട്. അത് ഒന്ന് മദ്രാസിലും ബോംബെയിലും പിന്നെ കാൽക്കട്ടയിലുമായിരുന്നു. ഞാനിപ്പോൾ വുഡ്സ് ഡെസ്പാച്ചിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു വാക്ക് ഉപയോഗിച്ചായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? എന്തായിരുന്നു ആ വാക്ക്? വെർനാക്കുലർ എന്നുള്ളതായിരുന്നു ആ വാക്ക്. വെർനാക്കുലർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? മാതൃഭാഷ എന്നാണ് അതിൻ്റെ അർത്ഥം. മാതൃഭാഷ. ഇതിനുശേഷം ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ് നടക്കുന്നുണ്ട് കേട്ടോ. 1857 ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. ബ്രിട്ടീഷുകാർ ഇതിനെ സിപ്പോയ് മ്യൂട്ടിനി എന്നാണ് വിളിക്കുന്നത്, ശിവായി ലഹള എന്ന്. പക്ഷേ ഇന്ത്യക്കാർ ഇപ്പോഴും പ്രൗഡായിട്ട് പറയുന്നത് ദാറ്റ് വാസ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്നുള്ളതാണ്. ഈ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അതിനുശേഷം 1858 ആയപ്പോഴേക്കും ബ്രിട്ടീഷ് ഗവൺമെൻറ് നേരിട്ട് ഇന്ത്യയുടെ കൺട്രോൾ ഏറ്റെടുക്കുന്നുണ്ട്. 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഇന്ത്യയുടെ ഫുൾ കൺട്രോള് എംപററായിട്ടുള്ള, അതായത് ബ്രിട്ടീഷിൻ്റെ ക്യൂനിൻ്റെ കീഴിലേക്ക് നേരിട്ട് വരുന്നു. 1857 ശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനി വെൻറ്റ് ഇൻ ടു ലിക്വിഡേഷൻ. കാരണം 1858 ആയപ്പോഴേക്കും ക്യൂൻസ് പ്രൊക്ലമേഷൻ അഥവാ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 എന്നറിയപ്പെടുന്ന ഒരു സംഭവം വരികയാണ്. അതുപ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനീനെ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിന്ന് നിർത്തലാക്കിക്കൊണ്ടാണ് ഈ ക്യൂൻസിൻ്റെ പ്രൊക്ലമേഷൻ വന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂൻ നേരിട്ട് ഇനി ഇന്ത്യനെ കൺട്രോൾ ചെയ്യും എന്നതാണ് വന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു സെൻറ്റൻസ് ഉപയോഗിച്ചായിരുന്നു അല്ലേ, വെൻറ്റ് ഇൻ ടു ലിക്വിഡേഷൻ. അതൊരു ഫ്രേസാണ് കേട്ടോ. അതിൻ്റെ അർത്ഥം പ്രവർത്തനം നിർത്തലാക്കുക എന്നുള്ളതാണ്. ഗോ ഇൻ ടു ലിക്വിഡേഷൻ അഥവാ വെൻറ്റ് ഇൻ ടു ലിക്വിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തനം നിർത്തലാക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇതിന് ശേഷമുള്ള ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു മേജർ ഇവൻ്റ് എന്ന് പറയുന്നത് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ അപ്പോൾ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് വൈസ്രോയ് എന്ന് പറയുന്നത് ലോർഡ് ഡഫറിൻ ആയിരുന്നു കേട്ടോ. ലോർഡ് ഡഫറിൻ. ഈ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത് ബോംബെയിൽ വെച്ചിട്ടാണ്.
ആ ആദ്യത്തെ മീറ്റിംഗിൽ 72 ഡെലിഗേറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. INC രൂപീകരിച്ചപ്പോഴേക്കും ലോർഡ് ഡഫറിൻ INCനെ സപ്പോർട്ട് ചെയ്തെങ്കിലും പിന്നീട് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തും കളിയാക്കിക്കൊണ്ടും ആൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗ് എന്ന് പറഞ്ഞത് INC ഈസ് എ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്നുള്ളതാണ്. അതായത് ഇവിടെ ഞാൻ 2 വാക്കുകൾ മെയിൻലി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ. ഒന്ന് ഡെലിഗേറ്റ്സ് എന്നുള്ളതായിരുന്നു. ഡെലിഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിനിധി എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് എന്നുള്ളതാണ്. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത്. ഇതിന് ശേഷം വരുന്ന മേജറായിട്ടുള്ളൊരു ഇവൻ്റ് എന്ന് പറയുന്നത് 1905 INCയുടെ നേതൃത്വത്തിൽ സ്വദേശി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാണ്. അതുപോലെ തന്നെ 1905 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇയറാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്താണ് ബംഗാൾ പാർട്ടീഷൻ നടക്കുന്നത്. ലോർഡ് കേഴ്സൺ ആയിരുന്നു ആ സമയത്തുണ്ടായിരുന്ന വൈസ്രോയ്. ആള് ഇന്ത്യനെ 2ആയിട്ട് വിഭജിക്കാൻ നോക്കിയായിരുന്നു. അതാണ് ബംഗാൾ പാർട്ടീഷൻ എന്ന് അറിയപ്പെടുന്നത്. പിന്നീട് 1905ക്ക് ശേഷം വരുന്ന മേജറായിട്ടുള്ള ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് 1907 അതായത് അതിനറിയപ്പെടുന്നത് സൂററ്റ് സ്പ്ലിറ്റ് എന്നാണ്. സൂററ്റ് സ്പ്ലിറ്റ് അതായത് INCയിൽ തന്നെ 2 വിഭാഗക്കാർ വരികയാണ്. മോഡറേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു വിഭാഗവും എക്സ്ട്രീമിസ്റ്റ് എന്ന് പറഞ്ഞൊരു വിഭാഗവും വരികയാണ്. അതിനാണ് സൂററ്റ് സ്പ്ലിറ്റ് എന്നറിയപ്പെടുന്നത്. 1907 സൂററ്റ് സ്പ്ലിറ്റ് വഴി അവർ 2 വിഭാഗക്കാരാകുന്നുണ്ടെങ്കിലും അവർ വീണ്ടും ഒന്നിക്കുന്നുണ്ട്. 1916 ലക്നൗ പാക്ട് പ്രകാരം മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും തമ്മിൽ ഒന്നാകുന്നുണ്ട്. അതുപോലെ തന്നെ 1916 മറ്റൊരു മേജർ ഇവൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം റൂൾ മൂവ്മെൻ്റ് ആണ്. ആനി ബെസൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഹോം റൂൾ മൂവ്മെൻറ്റും ആനി ബെസൻറ്റ് മാത്രമല്ല കേട്ടോ, തിലകും ആ സമയത്ത് തന്നെ 1916 തന്നെ ഹോം റൂൾ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവർ 2 പേരും ഹോം റൂൾ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് 1916. ഇനി മേജറായിട്ടുള്ളൊരു ഇവൻറ്റ്, അതായത് ഇന്ത്യൻ ഹിസ്റ്ററി എടുത്താൽ തന്നെ ഏറ്റവും അധികം പറയുന്നത് ആരെക്കുറിച്ചാണ്? ഡെഫിനറ്റ്ലി മഹാത്മാഗാന്ധിയെക്കുറിച്ചാണ് അല്ലേ. മഹാത്മാഗാന്ധി ആദ്യമായിട്ട് സത്യാഗ്രഹ എന്ന് പറയുന്ന ആ ഒരു സംഭവം കൊണ്ടുവരുന്നത് 1917 അത് ചമ്പാരൻ സത്യാഗ്രഹയിലൂടെയാണ്. ഇന്ത്യൻ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു കറുത്ത അധ്യായം എന്നറിയപ്പെടുന്നത് 1919 ജാലിയൻവാല ബാഗ് മാസക്കറാണ്. ഒരുപാട് ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട ഒരു ഇവൻ്റായിരുന്നു ഈ ജാലിയൻവാല ബാഗ് മാസക്കർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ മാസക്കർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? കൂട്ടക്കൊല എന്നാണ്. ഓക്കെ, മാസക്കർ കൂട്ടക്കൊല. ഇതിന് ശേഷം പിന്നീട് അങ്ങോട്ട് മഹാത്മാഗാന്ധിയുടെ തന്നെ ഒരു നേതൃത്വത്തിലുള്ള തുടർച്ചയായിട്ടുള്ള ഇവൻറ്റുകളാണ് നടക്കുന്നത്. 1920 മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഓൾ ഇന്ത്യ ലെവൽ എന്നറിയപ്പെടുന്ന ഒരു മൂവ്മെൻറ്റ് വരുന്നത്. അതാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നത്. പിന്നീട് 1930 എടുത്തു കഴിഞ്ഞാൽ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻ്റ് ഉണ്ട്. അതും ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്ന ഒരു സംഭവമാണ്. നമ്മളുടെ ദണ്ഡി യാത്ര എന്നറിയപ്പെടുന്ന സംഭവങ്ങളൊക്കെ ഈ CDMനെ ബേസ് ചെയ്ത് നടക്കുന്നതാണ്. പിന്നീട് 1942 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്താണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നത്. അതും ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു വലിയ ഒരു ഇവൻ്റ് തന്നെയായിരുന്നു. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിന് ശേഷം പിന്നീട് ഒരു മേജറായിട്ടുള്ള ഇവൻ്റ് നടക്കുന്നത് 1946 അത് ക്യാബിനറ്റ് മിഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ക്യാബിനറ്റ് മിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിലേക്ക് അവരുടെ അധികാരം മുഴുവൻ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പരിപാടിയാണ് ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെടുന്നത്. പിന്നീട് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്റ്റുമാണ് വരുന്നത്. അങ്ങനെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വഴിയാണ് നമ്മളുടെ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നത്. നിങ്ങൾ ഇതുവരെ കേട്ടിരുന്നത് ഒരു ക്രൊണോളജിക്കൽ ഓർഡറിലുള്ള ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഇവൻറ്റ്സ് ആണ്. ഇതിനിടയിൽ ഞാൻ പറയാതെ പോയ വേറെ ഒത്തിരി ഇവൻറ്റ്സും ഉണ്ട്. പല ആംഗിളിൽ നിന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല ഇവൻറ്റ്സ് വരുന്നുണ്ട്. ഞാൻ മേജറായിട്ടുള്ള കുറച്ച് ഇന്ത്യൻ ഇവൻറ്റ്സുകൾ മാത്രം കണക്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചൊരു വാക്കും കൂടി പറഞ്ഞേക്കട്ടെ, ക്രൊണോളജിക്കൽ ഓർഡർ എന്നുള്ളത്. അപ്പോൾ ഈ ക്രൊണോളജിക്കൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ക്രമം അനുസരിച്ച് അല്ലെങ്കിൽ കാലക്രമം അനുസരിച്ച് പറയുന്നതിനെയാണ് നമ്മൾ ക്രൊണോളജിക്കൽ എന്ന് പറയുന്നത്. സാധാരണ ഇംഗ്ലീഷ് ലാഡർ പ്രൊവൈഡ് ചെയ്യുന്ന വീഡിയോസിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇന്ത്യൻ ഹിസ്റ്ററി റിലേറ്റ് ചെയ്തുള്ള കുറച്ച് GK ഫാക്റ്റുകളുണ്ട്. അതുകൂടാതെ തന്നെ ആ GK ഫാക്ട്സിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന കുറച്ച് ഇംഗ്ലീഷ് ടേംസും കൂടി നിങ്ങൾക്കിന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഒരിക്കൽ കൂടി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. Don't forget to like, subscribe and share. Thank you.